students, welcome back to IFR Education. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യുജിയിൽ വരുന്ന നമ്മുടെ സെൻട്രൽ എക്സാം യൂണിവേഴ്സിറ്റി എക്സാമിനുള്ള അതായത് ജികെയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ബാങ്ക് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബാങ്ക് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഓരോ ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് നോക്കണം. അങ്ങനെ നമുക്കറിയാലോ നാഷണലൈസ്ഡ് ബാങ്കുകളായ കുറച്ച് ബാങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇയേഴ്സും ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസിന് നല്ലതാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് എ സിഡ്ബി? ഓക്കെ, ഹു ഈസ് ദ പ്രസന്റ് ചെയർമാൻ ഓഫ് എ സിഡ്ബി? സിഡ്ബി ബാങ്ക് എന്താണെന്ന് അറിയില്ലേ? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആശിഷ് ഗുപ്ത, ഓപ്ഷൻസ് ബി ആർ എസ് എസ് രാമൻ, ഓപ്ഷൻ സി വി സത്യകാർ, ഡി ദേവേന്ദ്രൻ സിംഗ് ആണ്. ഇതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓപ്ഷൻസ് ആർ ആശിഷ് ഗുപ്ത, എസ് എസ് രാമണൻ, സി വി സത്യ, ഓപ്ഷൻ ഡി ആർ ദേവേന്ദ്രൻ സിംഗ് ആണ്. നമുക്ക് അറിയാം സിഡ്ബി എന്ന് പറയുന്നത് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സിഡ്ബി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്ട്രിയൽ ബാങ്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതായത് സ്മോൾ ഇൻഡസ്ട്രിയൽ ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഇൻഡസ്ട്രീസിനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഫണ്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ബി ആണ്, എസ് എസ് രാമൻ ആണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഹു ഈസ് ദ കറന്റ് ഗവർണർ ഓഫ് RBI? ഓപ്ഷൻസ് ആർ വിമൽ ജലാൻ, ഓപ്ഷൻസ് ബി ഉർജിത് പാട്ടേൽ, ഓപ്ഷൻ സി ശക്തികാന്ത് ദാസ്, ഓപ്ഷൻ ഡി ആർ രഘുറാം രാജ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാലേ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കാണ് ഓഫ് ഇന്ത്യയാണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അറിയില്ലേ? അതായത് നമ്മുടെ കറൻസികളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ആണ്. ഈ റിസർവ് ബാങ്ക് എന്ന് പറയുന്നതാണ് നമ്മളുടെ റെഗുലേഷൻ. മറ്റെല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൻ്റെയും എല്ലാ കാര്യങ്ങളുടെയും റെഗുലേഷനും കാര്യങ്ങളും ഒക്കെ ആരാ തീരുമാനിക്കുന്നത്? ഈ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. സെൻട്രൽ ബാങ്കിൻ്റെ അണ്ടറിൽ നിന്നിട്ടായിരിക്കും മറ്റെല്ലാ ബാങ്കുകളും ഉണ്ടാകുന്നത് അല്ലേ? അപ്പം ഇൻ കേസ് ഓഫ് നമ്മളുടെ ഒരു ക്യാഷ് ഫ്ലോവും ഔട്ട് ഫ്ലോവും എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബാങ്കിങ്ങിൻ്റെ ഇൻഡെക്സും കാര്യങ്ങളെല്ലാം ഇൻഡെക്സ് എല്ലാം നമ്മുടെ ബാങ്കിൻ്റെ എന്തൊക്കെയാണോ അതിൻ്റെ ഫ്ലോവും കാര്യങ്ങളും അതിൻ്റെ റെഗുലേഷൻസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ശക്തികാന്ത് ദാസ് ആണ് ഗവർണർ ഓഫ് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹു ഈസ് ദ കറന്റ് ചെയർമാൻ ഓഫ് SBI? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ? SBI എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നമുക്കറിയാം നമ്മളെല്ലാവർക്കും അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാങ്കല്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഒരു കൊമേഴ്ഷ്യൽ ഇറ്റ്സ് വൺ ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. പിന്നെ SBIയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ രജനീഷ് കുമാർ, ദിനേശ് കയാർഗറ, ഷീർ ഷെട്ടി, ശ്രീ ബി വേണുഗോപാൽ എന്നാണ്. പിന്നെ ഇതിൻ്റെ SBIൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്. SBIൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഇയർ എന്ന് പറയുന്നത് 1 ജൂലൈ 1995 പിന്നെ SBI എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തത് 1 ജൂലൈ 1995 കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പിന്നെ റിസർവ് ബാങ്ക് ഉണ്ടല്ലോ RBIൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുംബൈയിലാട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 1935 RBI എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നും ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഹു ഈസ് ദ CEO ഓഫ് NHB ആണ്. NHB എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. NHB എന്ന് പറഞ്ഞാൽ അതിൻ്റെ CEO ആരാണെന്ന് ഓപ്ഷൻസ് ആർ ദക്ഷിത ദാസ്, ലളിത് കർ ചന്ദൽ, സതീഷ് KM മർത്തിക്, സീമ രേഖ ബഹുവേ. അപ്പോൾ ആരായിരിക്കും ഇതിൻ്റെ ദ റൈറ്റ് ആൻസർ? എന്തായിരിക്കും? ഹു ഈസ് ദ CEO ഓഫ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. ഈ നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാട്ടോ. അത് ഓർത്ത് വെക്കുക. പിന്നെ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തത് 9 ജൂലൈ 1988 ഈ ഒരു നാഷണൽ ഹൗസിംഗ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്
ജൂലൈയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. July 9, 1988 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പാരൻ്റ്, ഈ ഒരു നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഒരു പാരൻ്റ് ഏജൻസി എന്നറിയപ്പെടുന്നതും ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കേട്ടോ. അപ്പം ആ കാര്യം ഓർത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ദക്ഷിത ദാസ് ആണ് CEO ഓഫ് NHB എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICICI ബാങ്ക് ആണ്. ICICI ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് ആ മുംബൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ ആണ്. അപ്പം ICICI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ICICI എന്ന് പറയുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICICI എന്ന് പറയുന്നത് മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1994 കേട്ടോ. ഇപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1994, 5th January 1994 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഓർത്ത് വെക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ICICIൻ്റെ കുറിച്ചുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ്. നമ്മുടെ ബാങ്ക് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ഇതാണ്. ഓക്കെ, അപ്പം വേറെയും ഒരുപാട് ബാങ്കുകളുണ്ട്. 14 നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട്, 14 ബാങ്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ബാങ്ക് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ബാങ്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എക്സാമിന് വരാൻ ചാൻസസ് ഉണ്ട്, അത് നോക്കുക. പിന്നെ ഓരോ ബാങ്കിൻ്റെയും ചെയർമാൻ അവിടെ കറൻ്റ്ലി ഇത് അപ്ഡേറ്റഡ് ആയതുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മാക്സിമം അപ്ഡേറ്റഡ് ആവാൻ നോക്കുക. ഇതിൻ്റെ കറണ്ട് ചെയർമാൻ ആരാ എന്നൊക്കെ നോക്കി വെക്കുക. സെർച്ച് ചെയ്താൽ നമുക്ക് ഡാറ്റാസ് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ബാങ്കും കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അതായത് ICICI ബാങ്ക്, SBI, പിന്നെ കാനറ ബാങ്ക്, ഫെഡറൽ, ഇങ്ങനത്തെയൊക്കെ ചില കൊമേഴ്ഷ്യൽസ് ബാങ്കും നോക്കി വെക്കുക. അതുപോലെ തന്നെ RBIനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. അതൊക്കെയാണ് ബാങ്കിനെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറെ ഇമ്പോർട്ടൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ. കീപ് ലേണിംഗ്.